ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് മലാപ്പറമ്പിൽ, കോഴിക്കോട് ബൈപ്പാസിന് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് ഹൈലൈറ്റ് മാൾ ഭാഗങ്ങളൊക്കെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കേട്ടോ. നല്ല അടിപൊളി വർക്കാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്നത്. വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ മലാപ്പറമ്പിലേ ഇവിടെ ഒരു ഓവർ പാസ്സാണ് വരുന്നത്. അപ്പം അതിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ വലിയ ഈ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതവിടെ നിർത്തി വെച്ചതായിരിക്കും. എന്തായാലും അതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓവർപാസ് എന്ന് പറയുമ്പോഴേ ഹൈവേ താഴെക്കൂടെ പോവും, മേലെ വെള്ളിമാട് കുന്ന് കോഴിക്കോട് റോഡ് മേലേക്കൂടും പോവും. അങ്ങനെയാണ് ഇവിടെയുള്ള ഓവർപാസ് വരുന്നത് കേട്ടോ. ട്രാഫിക് വലിയൊരു വിഷയമായിട്ട് ഇവിടെ വരും കേട്ടോ. ഇത്രയും തിരക്കുള്ളൊരു ജംഗ്ഷനാണല്ലോ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ. അപ്പോൾ അവരെങ്ങനെ കണ്ടത്, ഈ കോൺട്രാക്റ്റിംഗ് കമ്പനി എങ്ങനെ കണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ വലിയ മാറ്റങ്ങൾ, റോഡ് അങ്ങോട്ടും മാറ്റി, അവിടുന്ന് ഇങ്ങോട്ടും മാറ്റി. ഇവിടെയൊക്കെ ഈ 6 വരി പാതയുടെ വർക്കുകൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കാണ് അവിടെ ഒരു ബെൻഡിങ്ങിൽ വെച്ചത്. അപ്പോൾ നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് ഭാഗം വരെയുള്ള ഈ 6 വരി പാതയുടെ ഏകദേശം വർക്കുകൾ, ഒരു 60% വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ വർക്കാണ് അവിടെ ബെൻഡിങ്ങിലുള്ളത്. ഈ ഭാഗത്ത് ഹൈവേയുടെ വർക്കുകളാണ് ആദ്യം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ സർവീസ് റോഡുകളുടെ വർക്ക് കഴിഞ്ഞു. ആ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ടാണ് ഹൈവേയുടെ പണി തുടങ്ങുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ ഒരു ഭാഗം ഹൈവേയുടെ വർക്ക് ഇവിടെ ആദ്യം റെഡിയാക്കും, എന്നിട്ട് ആ ഭാഗത്തേക്ക് കൂടെ വാഹനങ്ങളൊക്കെ വിട്ട് മറ്റേ ഭാഗം അങ്ങനെ റെഡിയാക്കും. അങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ്. അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് 2 ഭാഗത്തും ഇപ്പം നടക്കുന്നത്. ഇവിടെയൊക്കെ ഏകദേശം ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയാൽ മുന്നിലൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് തൊണ്ടയാടിന് മലപ്പറമ്പിൻ്റെ ഇടയിലൊരു ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ. അവിടെ എന്താ ഇനി പരിപാടിയൊന്നും അറിയില്ല കേട്ടോ. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഓവർപാസും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ഈ തൊണ്ടയാടും മലാപ്പറമ്പും 2 എക്സിറ്റുകൾ കിട്ടുന്നതുകൊണ്ട് ഈ 1.5-2 കിലോമീറ്ററിനിടയിൽ ഇനി ഒന്നും കൂടി കൊടുക്കുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അവിടെ ഒരു ജംഗ്ഷൻ എന്താവും എന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ പിന്നെ അവിടെ കറങ്ങി വരേണ്ടി വരും. തൊണ്ടയാട് കറങ്ങിയിട്ട് അല്ലെങ്കിൽ മലാപ്പറമ്പൊക്കെ കറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയില്ലല്ലോ, അത്രയും ഭാഗം. ഏതായാലും വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നത്. ഇവിടെ സെൻറ്ററിൽ ആ ഡിവൈഡറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2 ഭാഗത്തും കൂടി ഈ 6 വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതൊക്കെ അടിപൊളി കേട്ടോ, വർക്കൊക്കെ ഉഷാറായാണ്. അതേമാതിരി തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിങ് ഘട്ടത്തിലാണെന്ന് പറയാം. അതിൻ്റെ മേലെ ടാറിങ് പ്രവൃത്തികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തൊണ്ടയാട് ബൈപ്പാസിലെ ആ വർക്കും കൂടി നമുക്കൊന്ന് കാണണം. അപ്പോൾ NH66 മുംബൈയിലെ പനവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH66 നാഷണൽ ഹൈവേയുടെ കോഴിക്കോട് ഭാഗത്ത് കോഴിക്കോട് ബൈപ്പാസ് റോഡിലാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
ഇത് 1980 ഇതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളൊക്കെ അന്ന് നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഇത് ഈ പുതിയ അലൈൻമെൻറ്റിൽ സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അന്ന് 45 മീറ്ററിൽ അന്ന് എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ തൊണ്ടയാട് മേൽപ്പാലം ഫ്ലൈ ഓവറിൻ്റെ മേലെ കയറിട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ കൂടെ ഒന്ന് പോകാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവിടെ പിന്നെ ആളുകളൊന്നുമില്ല, നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടാറിങ്ങിൻ്റെ മെറ്റലിങ്ങിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഷീറ്റിൻ്റെ മേലെ കൂടെ കയറി പോകണ്ട എന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ട്. അപ്പം മൊത്തമായിട്ട് വിരിച്ചിട്ടുണ്ട്. ഈ ഷീറ്റിൻ്റെ മേലെയാണ് ഇവർ ടാറിങ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളം താഴോട്ട് ഇറങ്ങാതിരിക്കാനൊക്കെ ഉള്ള ഒരു സമയം ഒരു പ്ലാസ്റ്റിക് ഒരു ഷീറ്റാണത്. ഒരു പ്രത്യേക കോട്ടിങ്ങുള്ള ഒരു ഷീറ്റ്. അതെല്ലാം ഈ ബ്രിഡ്ജിൻ്റെ മുകളിലും ഇവർ വിരിക്കുന്നുണ്ട് കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ കയറാതെ ഞങ്ങൾ തിരിച്ച് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ രണ്ടാമത് സാധാ ആദ്യത്തെ ഫ്ലൈ ഓവർ വഴിക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ നിലവിൽ പുതുതായിട്ട് വന്ന ഫ്ലൈ ഓവർ 3 വരി പാതയാണ്. നിലവിലുള്ള ഫ്ലൈ ഓവർ 2 വരിയാട്ടോ. ഇനിയിപ്പോൾ അതെങ്ങനെ ഈ 2 വരിയോ അത് 3 വരിയായിട്ടാവും പോവുക. കാരണം ഒരു ഡിവൈഡറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. ഇനി അത് കൂട്ടി ജോയിൻ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് 2 വരിയായിട്ട് തന്നെ ഈ ഫ്ലൈ ഓവർ ഉണ്ടാവും. മറ്റൊരു ഇടതു ഭാഗത്തുള്ള അത് 3 വരിയായിട്ട് തന്നെ പോവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ മെറ്റലിങ് ടാറിങ് പ്രവർത്തികളൊക്കെയാണ്, അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് ഇനി വരാനുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ നേരെ പോകുന്നതേ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ തൊണ്ടയാട് ഈ ഭാഗത്തൊക്കെ ഇതിലെ പോകുമ്പം എന്നും ഇവിടെ നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് തട്ടുകടകൾ ഉണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ആ തട്ടുകടകളൊക്കെ ഈ റോഡ് വികസനം വന്നതോടുകൂടി എല്ലാം എടുത്തു പോയിട്ടോ. വൈകുന്നേരം ആയാൽ ഒരുപാട് വാഹനങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്തും. നല്ല ഫുഡും കിട്ടും, വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ തൊണ്ടയാട് ഈ ബൈപ്പാസിൽ ഈ ജംഗ്ഷൻ ഈ ഭാഗത്ത്. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയപ്പോൾ അവിടെയൊക്കെ സർവീസ് ആ തട്ടുകടകൾ നിന്ന ഭാഗത്തൊക്കെയാണ് ഇപ്പം ഈ സർവീസ് റോഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ NH66 ഈ ഹൈവേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് 5 സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ. അതായത് ബോംബെ കഴിഞ്ഞാൽ ഗോവ കഴിഞ്ഞാൽ കർണാടക കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്. അങ്ങനെ 5 സംസ്ഥാനങ്ങൾ പിന്നിട്ടിട്ടാണ് 1649 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. അതിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സ്ഥലം നമ്മളെ കേരളം കേട്ടോ. 650 കിലോമീറ്റർ ദൈർഘ്യം നമ്മളെ കേരളത്തിലുണ്ട്. അപ്പം തലപ്പാടി മുതലേ ആണ് നമ്മളെ ഈ കാസർഗോഡ് തലപ്പാടി മുതലാണ് നമ്മളെ ഈ റോഡ് തുടങ്ങുന്നത്, കർണാടക ബോർഡർ. അവിടുന്ന് ഇങ്ങോട്ട് പല റീച്ചുകളായിട്ടാണ് പല കോൺട്രാക്റ്റിംഗ് കമ്പനികളാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഓരോ 40 കിലോമീറ്റർ 35 കിലോമീറ്റർ അങ്ങനെ തിരിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടന്നത് കേട്ടോ. ഇത് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ഹൈദരാബാദ് ബേസായ ഒരു KRC എന്നൊരു കമ്പനിയാണ്. വർക്കിൽ അത്ര നമ്മളെ ഈ മലപ്പുറം ജില്ലയിലെ വർക്കും അതേമാതിരി കാസർഗോട്ടെ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയൊരു വേഗത കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. മലപ്പുറം ജില്ലയിലെ വർക്കൊക്കെ നല്ല വേഗതയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പെട്ടെന്ന് മാറ്റങ്ങൾ ഇങ്ങനെ കാണും. ഈ റോഡിനെ വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക്
പിന്നെ അവർ ഈ റോഡിന് വേറൊരു പ്രാധാന്യം കൂടി കൊടുക്കുന്നുണ്ട്. 5 തുറമുഖങ്ങളെ ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത് ഈ റോഡിനൊരു പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. 5 തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, അതേമാതിരി കൊച്ചിൻ കണ്ടെയ്നർ ടെർമിനൽ, കൊല്ലം തുറമുഖം, അങ്ങനെയാണ് പോന്നിട്ട് ഇവിടെ ഗോവയിലെ മർമു തുറമുഖം, അതേമാതിരി മംഗലാപുരം. അങ്ങനെ ഈ ചരക്ക് നീക്കങ്ങൾ അത് സുഗമമാക്കാനും അതിൻ്റെ വേഗത കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ റോഡിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ട് കോടികൾ ചിലവാക്കിയിട്ട് ഈ റോഡ് വികസിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ പോസ്റ്റുകൾ, ലൈന് അതൊക്കെ മാറ്റി സ്ഥാപിക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടപ്പം നിർത്തി നോക്കിയതാണ്. അപ്പോൾ എന്താ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയാണ്. അപ്പം ഇന്ത്യക്കാരാണ് പണിക്കാർ. അവർ കേബിളൊക്കെ കയറി കട്ട് ചെയ്ത് ഒക്കെ മാറ്റുന്ന പ്രവൃത്തികളൊക്കെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് റെഡി ആയിട്ടില്ല. മലപ്പുറം ജില്ലയിൽ മുഴുവൻ ഭാഗത്തും ആദ്യം സർവീസ് റോഡാണ് റെഡിയാക്കിയത്, എന്നിട്ടാണ് ഹൈവേയുടെ പ്രവർത്തികൾ തുടങ്ങിയെന്നുള്ള. അപ്പോൾ ആ വർക്ക് കാണാൻ തന്നെ നമുക്ക് ഒരു ചന്തമുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്നത് സൈബർ പാർക്ക്, അതേമാതിരി പന്നിയേങ്ങര, പിന്നെ പന്തീരങ്കാവ് ഭാഗത്തേക്കാട്ടോ. അപ്പോൾ ഈ സൈബർ പാർക്കും പന്തീരങ്ക ആ ഭാഗം പിന്നെ ഈ ഹൈലൈറ്റ് മാളിൻ്റെയും ഈ സൈബർ പാർക്കിൻ്റെ ഒക്കെ ഭാഗത്തൊരു വലിയ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഹൈലൈറ്റ് മാളേ ആ ഭാഗത്തൊക്കെ വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനാണല്ലോ. ഏത് സമയത്തും വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റം ഈ ഫ്ലൈ ഓവർ ഇവിടെ വന്നിട്ടുണ്ട്. 6 വരി പാതയിലാണ് ഈ ഫ്ലൈ ഓവർ വന്നത്. ഏകദേശം വർക്കുകളൊക്കെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ചെറിയ സ്പാനുകൾക്കിടയിലൊക്കെ ഉള്ള കോൺക്രീറ്റ് പോത്തുകളൊക്കെ ചില്ലറ സ്പാനുകൾക്കിടയിലുള്ള കോൺക്രീറ്റ് പോത്തുകൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇനി നീട്ടം കൂടുന്നില്ല. കാരണം ലെങ്ത്ത് കൂടിയാൽ പിന്നെ അത് കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.